ഹൈദരാബാദിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ഒരു IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇത് വീട്ടുജോലിക്കാരിയാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. വിരമിച്ച IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ്, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, IRS ഉദ്യോഗസ്ഥന്റെ മകളെ കൊലപ്പെടുത്തിയ രാഹുൽ മീണ എന്നയാളെ കുറിച്ചുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതും തീരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരു കൊലപാതകമായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരികയും കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ കടന്നു പോവുകയുമാണ് ചെയ്തത്. ആ കൊല നടത്താൻ രാഹുൽ മീണ വരുന്നതിന് മുൻപ് തന്റെ സുഹൃത്തിന്റെ ഭാര്യയെ കൂടി കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അവിടെ നിന്നാണ് പുറപ്പെട്ട IRS ഉദ്യോഗസ്ഥന്റെ മകളുടെ അടുത്തേക്ക് എത്തുന്നത്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഹൈദരാബാദിൽ നിന്നുള്ള വാർത്തകളും വരുന്നത്. ഇവിടെയും പ്രതിയാക്കപ്പെടുന്നത് വീട്ടുജോലിക്കാരിയാണ്. ആന്ധ്രാപ്രദേശ് കേഡറിലെ വിരമിച്ച IPS ഉദ്യോഗസ്ഥനാണ് വിനയ് രഞ്ജൻ റോ. വിനയ് രഞ്ജൻ റോയുടെ ഭാര്യ തനൂജ രഞ്ജൻ 62 വയസ്സുകാരിയാണ്. അവരെയാണ് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നേപ്പാളിയായ ഒരു വീട്ടുജോലിക്കാരി ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ കൃത്യം നടത്തിയതിനു ശേഷം ആ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷയായിരിക്കുകയാണ് കൽപ്പന. ഇതോടുകൂടിയാണ് സംശയം ഇരട്ടിക്കുന്നത്. പിന്നീട് നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് വീട്ടുജോലിക്കാരിയായിട്ടുള്ള കൽപ്പന ഡ്രൈവർ ഉൾപ്പെടെ മറ്റ് 3 പേർക്ക് ഈ വീട്ടിലേക്ക് കടന്നു കയറാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് പോലീസിന്. വളരെ ക്രൂരമായ രീതിയിലാണ് ഈ കൃത്യം അവർ നടത്തിയിരിക്കുന്നത്. ചുണ്ടുകളിൽ പോറലേറ്റിട്ടുണ്ട് തനുജയ്ക്ക്. നാവിന്റെ അറ്റത്ത് കടിയേറ്റ മുറിവുണ്ടായിട്ടുണ്ട്. കൈത്തണ്ടയിൽ ലിഖിച്ച പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെ രക്തം ഒലിക്കുന്ന രീതിയിലാണ് ഈ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 1986 ബാച്ച് IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള വിനയ് രഞ്ജൻ റേ 2019 വിരമിക്കുന്നത് എന്നത് ഓർത്തു നോക്കണം. ടൈറ്റ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാകാവുന്ന വീടുകളാണ്. അവിടേക്കാണ് ക്രൂരകൃത്യം നടത്താൻ വേണ്ടിയിട്ട് ഇത്രയും പേർ കടന്നു കയറുന്നത്. വളരെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിനയ് രഞ്ജൻ റേ ബംഗളൂരുവിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ഈ കൃത്യം നടത്തപ്പെടുന്നത്. അപ്പോൾ വളരെ ആസൂത്രിതമായിരുന്നു ഈ കൊലപാതകം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സംശയാസ്പദമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ, അതായത് തനൂജ രഞ്ജന്റെ 2 മക്കളും ഇവിടെ ഉണ്ടായിരുന്നു, ഈ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ അവർ യാതൊരു തരത്തിലുമുള്ള അസ്വാഭാവികമായിട്ടുള്ള ശബ്ദവും ഈ വീട്ടിൽ നിന്ന് കേട്ടില്ല എന്നുള്ളതാണ്. വ്യാഴാഴ്ച രാത്രി 1ാം നിലയിലെ കിടപ്പുമുറിയിലേക്ക് തനുജ ഉറങ്ങാൻ പോവുകയാണ്. മക്കൾ 2ാം നിലയിലുള്ള മുറിയിലാണ് താമസിച്ചിരുന്നത്. വെള്ളിയാഴ്ച രാവിലെ പതിവ് പോലെ മറ്റൊരു വീട്ടുജോലിക്കാരി വരുന്നു. കോളിംഗ് ബെൽ അടിക്കുന്നു. മക്കൾ വന്ന് വീട് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ സുനന്ദ എന്ന് പറയുന്ന മകളാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത്. വീട്ടുജോലിക്കാരിയായിട്ടുള്ള കൽപ്പനയെ അവിടെ എല്ലായിടത്തും ഇവർ നോക്കുകയാണ്. പക്ഷേ കാണാൻ കഴിയുന്നില്ല. തുടർന്ന് വളരെ വ്യാപകമായിട്ട് ഇവർ വീടിന്റെ മുക്കുമൂലയും അരിച്ചു പിറക്കുകയാണ്. അപ്പോഴൊന്നും അമ്മയെ കാണുന്നില്ല. ഈ കോളിംഗ് ബെല്ലൊക്കെ കേൾക്കുമ്പോൾ അമ്മ സ്വാഭാവികമായിട്ട്, അതായത് തനുജ സ്വാഭാവികമായും പുറത്തേക്ക് വരേണ്ടതാണ്. തന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ്. അവരെയും കാണുന്നില്ല. വീട്ടുജോലിക്കാരിയായിട്ടുള്ള കൽപ്പനയെയും കാണുന്നില്ല. ഇതോടുകൂടി സുനന്ദയും മറ്റൊരു വീട്ടുജോലിക്കാരിയായിട്ടുള്ള അവരും ചേർന്നുകൊണ്ട് തനൂജയുടെ മുറിയിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോഴാണ് കൈകാലുകളൊക്കെ ബന്ധിച്ച നിലയിൽ തനുജയെ കണ്ടെത്തുന്നത്. തറയിൽ കിടക്കുകയാണ് തനുജ. തനുജയുടെ വായിൽ രക്തം പുരണ്ട തുണി തന്നെ തിരുകി കയറ്റിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഇത്തരത്തിലുള്ള പാടുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഉടൻ തന്നെ ഇവർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. മരണം സംഭവിച്ചതായിട്ടാണ് സ്ഥിരീകരിക്കുന്നത്. പുലർച്ചെ ഏകദേശം ഒരു 2 മണിയോടെയാണ് കൊലപാതകം നടന്നത് എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. ഇത് സത്യമായിരിക്കാനുള്ള സാധ്യതകളും ശരിയായിരിക്കാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ CCTV പരിശോധിക്കുമ്പോൾ പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിൽ ഡ്രൈവറും
ഡ്രൈവർ മറ്റൊരു 3 പേരും ഈ പ്രധാന വാതിൽ കടന്നുകൊണ്ട് ഇവിടേക്ക് കടന്നു വരുന്നത്, വീടിനുള്ളിലേക്ക് കയറി വരുന്നത് ദൃശ്യമാകുന്നുണ്ട്. വാതിൽ തുറന്നു കൊടുക്കുന്നത് കൽപ്പന എന്ന് പറയുന്ന വീട്ടുജോലിക്കാരിയാണ്. കൽപ്പന കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ കുടുംബത്തോടൊപ്പം താമസിച്ചു വരികയാണ്. ഇവരുടെ പ്രായമായ അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയതാണ് കൽപ്പനയെ. എന്നാൽ കൽപ്പനയെ ക്രമേണ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്തുകൊണ്ട് ആ വീട്ടിലെ മറ്റു ജോലികളിലും ഒക്കെയും കൈകടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് വിശ്വസ്തയായിട്ട് അവിടെ നിൽക്കുകയാണ്. അതിനിടയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മോഷണ ശ്രമം, ഒരുപക്ഷെ അത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനായിരിക്കാം ഇത്തരത്തിലുള്ള മോഷണ ശ്രമവും ഈ കൊലപാതകവും നടത്തിയിട്ടുള്ളത്. ഇവർ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ജൂബിലി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് വീട്ടിൽ വെച്ചിട്ടാണ്, 3-ാം നിലയിലാണ്, ഇവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. ജൂബിലി ഹിൽസിൽ നിന്ന് നമ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. പിന്നീട് തെലങ്കാന എക്സ്പ്രസിൽ കയറി നാഗ്പൂരിലേക്ക് കടന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് നാഗ്പൂരിലേക്കും. ഇതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഡൽഹിയിൽ IRS ഉദ്യോഗസ്ഥന്റെ മകളുടെ കൊലപാതകവും നടന്നത്. ഇതോടുകൂടി വളരെ വലിയ ആശങ്കകൾ ഉയർന്നു വരികയാണ്. വീട്ടുജോലിക്ക് എന്ന രീതിയിൽ കടന്നു വരുന്നവരാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ഇവർ ഏത് തരക്കാരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ IRS ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ കൊലപാതകം നടത്തിയത് മറ്റൊരു IRS ഉദ്യോഗസ്ഥൻ പറഞ്ഞു വിട്ട, അല്ലെങ്കിൽ ഇയാൾക്കൊരു ജോലി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു ആവശ്യം മാനിച്ചുകൊണ്ട് അയാളെ ജോലിക്കെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാളാണ് രാഹുൽ മീണ. രാഹുൽ മീണ ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളയാളാണ് എന്നുള്ളതാണ് പിന്നീട് പുറത്തു വന്ന വിവരങ്ങളെല്ലാം. ഒരു കുടുംബവുമായിട്ട് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അടുപ്പം സ്ഥാപിക്കുക, പിന്നീട് അവിടുത്തെ ദൈനംദിന കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കുക, തുടർന്ന് കൂട്ടാളികളുമായി ഇത് ചർച്ച ചെയ്ത് വളരെ കൃത്യമായ ഒരു ആസൂത്രണം, കൊലപാതകവും മോഷണവും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ആസൂത്രണം നടത്തുക എന്നുള്ളതാണ് പതിവായി ചെയ്തു വരുന്ന രീതി. ഇത് ഡൽഹിയിൽ ഉൾപ്പെടെ പല കുടുംബങ്ങളിലും ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു വീട്ടുജോലിക്കാർ, ഇവരിൽ ആരെ വിശ്വസിക്കാം, ആരെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട്. പലരും ചേരികളിൽ നിന്നും, പലരും ബംഗ്ലാദേശിൽ നിന്നും, നമ്മുടെ നാട്ടിൽ മാത്രമല്ല അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും ചേർന്നുകൊണ്ട് വലിയൊരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. ഇത് നടത്തുന്നത് പണത്തിനും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ്. പിന്നീട് ഇവർ പിടിയിലാകുമ്പോൾ മനസ്സിലാക്കുന്നത് ഇത് സംഘങ്ങളായി ചേർന്നുകൊണ്ട് രൂപീകരിക്കുന്നതാണ്. ഇവരിൽ പലരും ഈ വലിയ വീടുകൾ കേന്ദ്രീകരിച്ച് ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും മാസങ്ങളോളം അവിടെ നിന്ന് ജോലി ചെയ്ത് മനസ്സിലാക്കുകയും അവരുടെ വിശ്വസ്തരായി മാറിക്കൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തായാലും തനുജയുടെ മരണവും ഇത്തരത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. പക്ഷേ സംശയകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് 2 മക്കൾ അവിടെ ഉണ്ടായിരുന്നിട്ടും ഈ കൊലപാതകത്തിന്റെ യാതൊരുവിധ കാര്യങ്ങളും ഇവർക്ക് അറിയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. പുലർച്ചെയാണ് സംഭവിക്കുന്നത്, കൊലപാതകം നടത്തുന്നത്. അതൊന്നും തന്നെ യാതൊരു തരത്തിലുമുള്ള ശബ്ദവും പുറത്ത് കേൾക്കാതെ എങ്ങനെ ഈ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് അവരെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം അത്ര നല്ലതല്ല.